ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാവർക്കും പഠിച്ചും ദീർഘായുസും ആഫിയത്തും സന്തോഷം തന്നനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നില്ല, ഞാൻ കുട്ടികൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പം എന്നിങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ സ്നാക്സോ അങ്ങനെയൊന്നും ഉണ്ടാക്കാത്ത നമ്മുടെ നാടനായിട്ടുള്ളൊരു പായസം, എന്നാൽ അത് കുടിച്ചാൽ നല്ല വയറ് നിറയും, നല്ല ഹെൽത്തിയും കൂടിയാണ്. അങ്ങനത്തെ ഒരു പായസം ഉണ്ടാക്കാമെന്നിട്ടാണ് വിചാരിച്ചത്. നമ്മുടെ മൂങ്ങുതാളില്ലേ, ചെറുപയറിൻ്റെ പരിപ്പ്, അത് വെച്ച് ഞാനൊരു പായസം പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചെറുപയറും ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊന്നും അളവില്ല കേട്ടോ, ഒരു ഇഷ്ടത്തിന് ഇട്ടിട്ടാണ് ഞാനെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ തേങ്ങയിലോട്ടില്ല കുറച്ച് അരി നമ്മൾ ആഡാക്കണം. പക്ഷേ എൻ്റെ നമ്മുടെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയ അതിനുള്ള കൽത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മാവ് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു തവി മാത്രം ഞാൻ ഈ തേങ്ങയിലോട്ട് ആഡാക്കിയിട്ട്, എന്നും നല്ലോണം നൈസല്ല എന്നാലും അരയണം, അതുപോലെ ഒന്ന് അരച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പാകാക്കിയിട്ട് അതൊന്ന് തിളക്കാൻ വെക്കാം. അങ്ങനെ നമ്മുടെ ഇവിടെ ചെറുപയർ പരിപ്പിൻ്റെ പായസം റെഡിയാവുക. പിന്നെ ഇതിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി. അത് നമ്മൾ ശർക്കരയിൽ ആവശ്യത്തിനുള്ളത് ഉണ്ടാവും, എന്നാലും കുറച്ചും കൂടി ആഡാക്കിയാൽ നമ്മുടെ ടേസ്റ്റിനൊക്കെ നല്ല ബാലൻസ്, നല്ലൊരു ഇൻഹാൻസും കൂടി തരുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ഞാൻ ചെറുപയർ പരിപ്പിൻ്റെ പായസമാണ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ടത്. അപ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്കാവാൻ ചാൻസ് ഉണ്ട്, കാരണം നമ്മൾ അരി ആഡാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നിട്ടുണ്ടെങ്കിൽ ചൂട് വെള്ളം കേട്ടോ, എന്നാലും തിളച്ച വെള്ളം കൂടെ തന്നെ ആഡാക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു തിളക്കുന്ന ആ ഒരു ബാലൻസില്ല, അത് കുറച്ച് വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അതായതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി തിളച്ച പാല് ഒഴിച്ച് കൊടുക്കുന്നത്, തിളച്ച് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഇതൊക്കെ കാലത്തത്തെ ഇതാണ് കേട്ടോ, ഈ ഹോട്ട് ബോക്സിലുള്ളത് കാലത്തത്തെ അപ്പമാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും കൂടി കുറച്ച് ബാക്കിയുണ്ട്. പിന്നെ എന്തായാലും കറിയും കൂടി ബാക്കിയുണ്ട്. പിന്നെ എന്തായാലും ഞങ്ങൾക്ക് ഇതൊക്കെ മതിയാവും. പക്ഷേ ഇവിടെ ഹസ്ബൻഡിന് മാത്രം ചോറ് വേണം, അപ്പോൾ അതിനായിട്ടുള്ള ചോറും കൂടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇന്ന് കാലിയാവുമെന്ന് എനിക്കറിയില്ല. അതിനിടയിലാണ് ഞാൻ ഈ പായസം കൂടി ആക്കിയിട്ടുള്ളത്. ഇത് കുടിച്ചാൽ മതി, ഇനി എന്തായാലും രാത്രിക്കത്തെ ഡിന്നറിൻ്റെ ആവശ്യമില്ല. പിന്നെ വീട്ടിൽ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കിയേ മതിയാവും, നേരം സ്പെഷ്യൽ ഉണ്ടാക്കിയേ മതിയാവും. അങ്ങനെ ഫുഡ് ഉണ്ടാക്കുക, പാത്രം കഴുകുക, ക്ലീനാക്കുക, ഇതാണ് കേട്ടോ മെയിൻ ഹൗസ് വൈഫിൻ്റെ ഒരു പണി എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ ഞാൻ പാത്രങ്ങളൊക്കെ ഇനി ക്ലീനാക്കുക, എന്നിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കുക, എന്നിട്ട് തുണി കഴുകി ക്ലീനാക്കുക. അങ്ങനെയുള്ളൂ എൻ്റെ പരിപാടികളൊക്കെ. അങ്ങനെ കുട്ടികൾ വരുന്ന നേരവും ആവാറായി. എൻ്റെ പായസം കൂടി ഇവിടെ തിളച്ച് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ വരുന്ന നേരമാകുമ്പോൾ ഈ തിളക്കുന്ന അവർക്ക് കുടിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാനിതൊക്കെ അവർക്കുള്ളത് വിളമ്പി വെക്കാം. ഈ സമയമാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 4:10 കേട്ടോ, 4:15 അവർ എത്തുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് വിളമ്പി വെക്കാമെന്ന് വിചാരിക്കുന്നത്. എന്നാൽ കൂടുതൽ തണുക്കാനും പാടില്ല കേട്ടോ, കൂടുതൽ തണുത്ത് കഴിഞ്ഞാലും പിന്നെ അവർ ചൂടാക്കാൻ പറയും. എന്നാൽ കൂടുതൽ ചൂടുണ്ടാവാനും പാടില്ല. അപ്പോൾ 5 മിനിറ്റ് മുന്നേ നമുക്കിങ്ങനെ വിളമ്പി കൊടുത്താൽ മതി, അതാവുമ്പോൾ കറക്റ്റ് ബാലൻസ് ആവും. ഓരോരുത്തർക്കും ഓരോന്നും ഇങ്ങനെ വന്ന് പറയാം, എന്നാൽ ചൂട് വേണം, എന്നാൽ ചൂടില്ലാതിരിക്കാനും പാടില്ല, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിട്ടാൽ മതി. പക്ഷെ അതിനൊക്കെ ബാലൻസ് ആക്കിയിട്ട് കൊണ്ടുപോകുന്ന ഈ ഹൗസ് വൈഫിൻ്റെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഉമ്മയുടെ ആ ഒരു കഷ്ടം, അത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ലല്ലോ. അങ്ങനത്തെ ഞാൻ കുട്ടികൾക്ക് വിളമ്പി. ഇനിയിപ്പോൾ ഈ നേരത്ത് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അവർ വന്ന് ഒന്നിച്ച് അവർക്ക് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഞാൻ കുടിക്കാമെന്നിട്ട് വിചാരിച്ചിട്ടാണ് ഞാൻ എനിക്കും കൂടി സെർവ് ആക്കിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് കുടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, ആ നേരത്തെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവരൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഹോളാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല നീറ്റായിട്ട് അവർ പോകുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, ഇതൊക്കെ അവർ പോകും കഴിഞ്ഞിട്ട് ഇപ്പോൾ വൈകുന്നേരം വരെ ഇതിങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇത് വാതിലൊക്കെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തുറന്ന് വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ബെല്ലടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് ഫ്ലാറ്റിലുള്ള എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവില്ല നല്ലോണം ബെല്ലടിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ഡോറ് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് വെക്കാറുണ്ട്. നേരെ സലാം ചൊല്ലിയിട്ട് വീട്ടിനകത്ത് കയറട്ടെ, പുറത്തുള്ള ആർക്കും ഒരു ശല്യം ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അവരൊക്കെ വന്ന് അവരുടെ കൂടെ തന്നെ അവരുടെ വാപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഗ്രേപ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിങ്ങനെ തന്നെ അവർ കഴിക്കാൻ പോകും, ജസ്റ്റ് വെള്ളത്തിലൊന്ന് കാണിച്ചിട്ട്. അതിനു മുമ്പേ ഞാൻ തന്നെ ഒന്ന് കഴുകി ക്ലീനാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒരു വെള്ളത്തിൽ ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഇട്ട് വെക്കാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ എന്തായാലും ഇങ്ങനെ കൊടുന്നപ്പാട് ജസ്റ്റ് ഒരു വെള്ളത്തിൽ ഇങ്ങനെ കഴുകി ക്ലീനാക്കിയിട്ട് തിന്നാൻ പാടില്ലല്ലോ. എന്തായാലും അതവർ
ജസ്റ്റ് എന്തൊക്കെയോ മരുന്നടിച്ചിട്ടല്ലേ ഇതിനൊക്കെ സൂക്ഷിച്ചിട്ട് വെക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു 10 മിനിറ്റ് നേരം മീൻ വെള്ളത്തിലിട്ട് വെക്കുന്നത്. പിന്നെതാ ഇങ്ങനെ പാക്കറ്റിൽ അവർക്ക് മാത്രമായിട്ട് പപ്സ് മാത്രം ഉണ്ടായിരുന്നു കേട്ടോ, എനിക്കുണ്ടായിരുന്നില്ല, അവർക്ക് 3 പേർക്ക് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വ്ളോഗ്, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും ലൈക്ക് ആക്കാനും മറക്കല്ലേ. ഞാനിവിടെ വൈൻഡപ്പ് ആക്കാം. താങ്ക് യു, ടേക്ക് കെയർ.